യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും സ്നേഹം ഒരുപോലെയാണോ? ഇപ്പോൾ ഒരു പുരുഷൻ്റെ സ്നേഹവും ഒരു സ്ത്രീയുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുരുഷൻ്റെ സെൽഫ് ലവും സ്ത്രീയുടെ സെൽഫ് ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എത്ര വ്യക്തികളുണ്ടോ ആ വ്യക്തികളുടെ ഒക്കെ സ്നേഹം വ്യത്യസ്ത തരത്തിലാണ്. ഒരാളോട് മാത്രമാണോ എനിക്ക് പ്രണയം തോന്നുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഒരു വ്യക്തിക്കും അങ്ങനെയല്ല. ഒരാളോട് മാത്രമായിട്ട് നമ്മുടെ പ്രണയം നമ്മളെ ഒതുക്കി നിർത്താൻ സാധിക്കില്ല. പ്രണയത്തിന് പല ചിറകുകളുണ്ടാവും, പല ദളങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ പടർന്നു പോകും. പക്ഷേ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ എൻ്റെ കാമുകിയോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾ, അവൾക്ക് വേറൊരാളോടും കൂടെ പ്രണയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവന് വേറൊരാളോടും കൂടെ പ്രണയം ഉണ്ടെങ്കിലോ അതെനിക്ക് സഹിക്കാനും പറ്റില്ല. ഒരു വ്യക്തിയുടെ പ്രണയം എന്ന് പറയുന്നത് ആ വ്യക്തി മാത്രം നിർവചിക്കേണ്ടതാണ്, ഡിഫൈൻ ചെയ്യേണ്ടതാണ്. അതിനോട് ചേർന്ന് നിൽക്കാവുന്ന വേറൊരാളെ അയാൾ കണ്ടെത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ലായനിയൊക്കെ പോലെ അവരുടെ ഒരു പ്രണയ ജീവിതം അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ലോകം അവർ പടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പെയിനുണ്ട്. സ്നേഹം എപ്പോഴാണ് ഞാനൊരാളെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് എപ്പോഴാണ് തോന്നുന്നത്? അയാളെ കാണാതെ ആവുമ്പോഴുള്ള വേദനയിൽ നിന്നാണ് ഇയാൾ എനിക്ക് അത്രയും മസ്റ്റാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുക. കുട്ടിക്ക് അമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് കുട്ടിയും അമ്മയും തിരിച്ചറിയുന്നത് എപ്പോഴാണ്? അമ്മയെ കാണുന്നില്ല. കുട്ടി നോക്കിയിട്ട് ഒരു സമയം അമ്മയെ കാണുന്നില്ല, കുട്ടി കരയാണ്. അപ്പോൾ ആ അമ്മ ആരാണ് കുട്ടിക്ക് ഓർമ്മ വെച്ച അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് അറിയാവുന്ന കാലം മുതൽക്ക് താളമായിട്ട് ചൂടായിട്ട് തൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു സാന്നിധ്യമാണ് കുട്ടിക്ക് അമ്മ. അപ്പോഴൊന്നും കുട്ടി അമ്മയെ ഒരുപക്ഷെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. കുട്ടി അമ്മയുടെ ഭാഗം തന്നെയാണ് ആ സമയത്ത്. അമ്മയെ കുട്ടി എപ്പോഴാണ് ആദ്യമായിട്ട് സ്നേഹിച്ചു തുടങ്ങുന്നത്? പ്രസവിച്ച് അമ്മയിൽ നിന്നും വേർപെട്ട് പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയതിന് ശേഷം പെട്ടെന്ന് നോക്കുമ്പോൾ അമ്മയെ കാണാതെ വന്നു, അല്ലെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ, പ്രഖ്യാപനം. എനിക്ക് വേദനിക്കുന്നു എന്നത് കൂടിയാണ്. എല്ലാ മനുഷ്യരോടും തോന്നുന്ന സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ഒരാളോട് നമുക്ക് വല്ലാത്ത ഒരു അഭിനിവേശം, അവരുടെ കൂടെ സംസാരിക്കാനുള്ള വല്ലാത്ത ഒരു ഇഷ്ടവും, അവർ ചെയ്യുന്ന എന്തിനോടും നമുക്കുള്ള ഒരു ഇഷ്ടം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരൊരു കുഴച്ച് നമുക്കൊരു ഉരുള ചോറ് തന്നാൽ പോലും അതിനോട് പോലും, ആ ഉരുട്ടിയ ചോറിൻ്റെ ഉരുളയോട് പോലും നമുക്ക് പ്രണയം തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് വരും. അവിടെ പ്രണയം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രണയമല്ല, കുട്ടിയുടെ സ്നേഹമല്ല. അവിടെ കുറച്ച് കഴിയുന്ന സമയത്ത് എന്താ വെച്ചാൽ പ്രകൃതി നമ്മളിൽ ഏൽപ്പിച്ച വേറൊരു ദൗത്യത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. പ്രണയം തോന്നുന്നു ആ വ്യക്തിയോട് കൂടെ, അത് മീറ്റിങ്ങിനുള്ള ഒരു ഇഷ്ടമാണ് ആ പ്രണയമായിട്ട് അങ്ങനെ വരുന്നത്. അതിൻ്റെ ഒരു ഗ്രോത്ത് വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലാണെങ്കിലും ഈ കേവലമായ സ്നേഹത്തിൽ നിന്ന്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൽ നിന്ന്, എന്നെ ചേർത്ത് പിടിക്കുന്നവരാരാണ് എന്നുള്ള സ്നേഹത്തിൽ നിന്ന്, എനിക്ക് ഇണചേരാൻ പറ്റുന്നവരാരാണ് എന്നുള്ളൊരു സ്നേഹത്തിലേക്കൊക്കെ അത് വളർന്നു പോകുന്നുണ്ട്. പ്രണയിച്ച കാലം മുഴുവനും അല്ലെങ്കിൽ പ്രണയത്തിലൂടെ സഞ്ചരിച്ച കാലം മുഴുവനും ഞാൻ എന്നെ തന്നെ മായ്ച്ച് വീണ്ടും എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ കൂട്ടുകാരിയുണ്ട് ശ്രീദേവി. അപ്പോൾ അവളുടെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവളെ പ്രണയിക്കാൻ തുടങ്ങി, അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ആ തുടങ്ങുന്ന സമയത്തുള്ള ഞാനല്ല ഒരു 10-40 വർഷം ഒരുമിച്ച് ജീവിച്ച് ഇപ്പോൾ ഉള്ള ഞാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവളെയും അതങ്ങനെ തിരുത്തിയിട്ടുണ്ടാവും, എന്നെയും തിരുത്തിയിട്ടുണ്ടാവും, അവളെയും തിരുത്തിയിട്ടുണ്ടാവും. വാക്കുകൊണ്ട് പറയുന്നതല്ല സ്നേഹം, അത് പ്രകടനം ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ചില സിമ്പിൾസ് എങ്കിലും ചില ആക്ഷൻസ് എങ്കിലും. നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് എണീക്കുമ്പോൾ അവൾ എണീക്കുന്ന സമയത്ത് ഞാനും അറിയാതെ എണീറ്റ് പോവുകയും
അവളോടൊപ്പം അടുക്കളയിൽ ചെല്ലുകയും അവൾ അടുക്കളയിൽ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഞാൻ വേറൊരു പണിയെടുക്കുകയും അടുക്കളയിലെ ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്യുകയും അവസാനം അടുക്കള പൂട്ടുന്നവരെ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുകയും ഒരുമിച്ച് വന്ന് കിടക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹം എന്ന വികാരത്തിന് അർത്ഥമുണ്ടാവുന്നത്. എൻ്റെ സ്വന്തമാക്കാനുള്ള ഒരു താല്പര്യം ഈ സ്നേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ട്. അത് പ്രണയത്തിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ മൂർച്ചയുള്ള ഒരു കാര്യമായിട്ട് മാറും. ഈ പൊസസീവ്നെസ്, ഇപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, വിവാഹശേഷമുള്ള മറ്റാളുകളോട് തോന്നുന്ന ഒന്നിൽ കൂടുതൽ ആളുകളോട് തോന്നുന്ന പ്രണയം, ഇതൊക്കെ ആളുകൾ തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ തുടങ്ങിയ സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പൊസസീവ്നെസ്സും ഉണ്ട്, അതേ സമയത്ത് വിശാലമാവാനുള്ള ഒരു ടെൻഡൻസിയും ഇത് രണ്ടും പ്രണയത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. സ്നേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻബോണായിട്ടുള്ളൊരു സെൽഫിഷ്നെസ്സും ഉണ്ട്, സ്വാർത്ഥതയുണ്ട്. എൻ്റെയാണ്, എൻ്റെ ആയ ഒരാളെ എനിക്ക് കാണുന്നില്ല, ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല എനിക്ക്. അപ്പോൾ അവിടെ ഒരു സാധനം കൂടി ഉണ്ട്. അതിൻ്റെ എലിമെൻറ്റിൽ സ്നേഹത്തിൻ്റെ എലിമെൻറ്റ് കുറയുകയും സ്വാർത്ഥതയുടെ എലിമെൻറ്റ് കൂടി വരികയും ചെയ്യുമ്പോഴാണ് മറ്റേ ആളുകളെ വേദനിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് അത് മാറുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സ്നേഹമല്ല, അവിടെ സ്വാർത്ഥത മാത്രമാണ് വരുന്നത്. വാക്ക് പാലിക്കാൻ വേണ്ടി ജീവിതം തന്നെ നമ്മൾ ചിലപ്പം ഒരു ക്യാൻസർ ബാധിച്ച പോലെ ദ്രവിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയുമുണ്ട്. മനുഷ്യരിപ്പോൾ കൂടുതൽ അതിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുട്ടികളെങ്കിലും നീ എന്നോട് 5 കൊല്ലം മുമ്പ് പറഞ്ഞായിരുന്നില്ലേ എന്ന് ഇപ്പോൾ ഒരു കുട്ടിയും ചോദിക്കില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോൾ നിന്നോട് എനിക്കിപ്പോൾ ഇന്ന് പറ്റില്ല, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം നാളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കില്ല എന്നല്ല. ഇപ്പം ഈ മൊമെൻറ്റിൽ ഞാൻ വിചാരിക്കുന്നു എനിക്ക് നിന്നെ തീരെ സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത കൊല്ലം എൻ്റെ സ്വഭാവം മാറിയേക്കാം, എൻ്റെ തീരുമാനം മാറിയേക്കാം, നിൻ്റെ തീരുമാനം മാറിയേക്കാം. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു എന്താ പറയുക, ഒരു ലായനി പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റുള്ള ഒരു സാധനമാണ് എന്ന് നമ്മളിപ്പോൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ യാത്ര ചെയ്യണം, സംസാരിക്കണം, നിങ്ങൾ പിണങ്ങണം പരസ്പരം. എന്നിട്ട് ആ പിണക്കം തീരാൻ വേണ്ടി നിങ്ങൾ എന്ത് മെത്തഡാണ് ഉപയോഗിക്കുന്നത്? പരസ്പരം നിങ്ങൾ തെറ്റി, നിങ്ങൾ പിണങ്ങി, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ കോംപ്രമൈസ് ആവുന്നത്? അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എവിടെയാണ് ക്ലാഷ് വരുന്നത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ 2-3 വർഷം എടുത്തിട്ട് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ശേഷം വേണം യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എന്ന് പുതിയ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മക്കളോടും ഒക്കെ പറയാറുണ്ട്. നമ്മൾ പരസ്പരം ഉരച്ചു നോക്കി, വ്യക്തികൾ പരസ്പരം ഉരച്ചു നോക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ കഴിയാതെ പോയ കുറേ സ്നേഹം എന്നുള്ള കുറേ പ്രണയങ്ങളുണ്ട്. ആ പ്രണയങ്ങളൊന്നും തന്നെ ഇപ്പോൾ എനിക്ക് അതിനെ തിരിച്ചു പോയിട്ട് നോക്കാൻ കഴിയില്ല. എന്താ പ്രശ്നം? ഞാൻ അവിടെ നിൽക്കുകയല്ല, ഞാനും ഒഴുകിയല്ലോ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നതിനിടയ്ക്ക് നമ്മളൊരു പുഴ കാണുന്നു. ആ പുഴയിൽ നമ്മൾ ഇറങ്ങുന്നില്ല, ആ പുഴയിൽ നമ്മൾ ഒഴുകി പോകുന്നില്ല. അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിട്ട് വേറൊരു പുഴയിലൂടെയാണ് നമ്മൾ ഒഴുകുന്നത്. ഒഴുകി നമ്മൾ വേറെ എവിടെയോ എത്തി, സാഗരത്തിലെത്തി, ഒരു കടലിലെത്തി. ആ കടലിലെത്തിയ സമയത്ത് ആദ്യം കണ്ട പുഴ ഇതേ കടലിലാണോ ചേരുക എന്ന് നമുക്കറിയില്ല. ആദ്യം കണ്ട പുഴയിലൂടെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ, ഏതൊക്കെ ഊടുവഴിയിലൂടെ, ഏതൊക്കെ നഗരങ്ങളിലൂടെ, ഏതൊക്കെ ഗ്രാമങ്ങളിലൂടെ ചുറ്റിയാണ് നിങ്ങൾ കടലിലെത്തുക നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ സാധ്യമല്ല എന്നർത്ഥം. ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ്റെ കൂടെ മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നാവുമായിരുന്നു എന്നോ ഇതിനേക്കാൾ ചീത്തയാവുമായിരുന്നോ എന്ന് നമുക്ക് ഒരു പ്രത്യേക പോയിന്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനോ തീരുമാനിക്കാനോ പറ്റില്ല. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് വെക്കാം, അതൊക്കെ തന്നെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെയാണത് പരിഗണിക്കാറുള്ളത്. ഇപ്പോൾ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക്
എന്താ പറയുക, നമ്മുടെ സെൽഫ് ലവ് അല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലും നമ്മുടെ സെൽഫ് ലവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ 5 പേര് ഇവിടെ നിൽക്കുന്നു. 5 പേര് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ 5 പേരിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് എന്നെ തന്നെയാണല്ലോ വേദനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എൻ്റെ സെൽഫ് ലവിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു പെരിഫറൽ ഏരിയയിൽ പെട്ട ആളുകളാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സെൽഫിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ആ വ്യക്തിയുടെ സെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ചക്രവാളം മുഴുവനും സെൽഫ് ലവിൻ്റെ ഒരു അന്തരീക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് അതതിൻ്റെ എക്സ്ട്രീം തരത്തിലേക്ക് പോയിട്ട് നാർസിസം എന്ന തരത്തിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു രോഗാവസ്ഥയാണ്, ഒരു മാനസികമായിട്ടുള്ള ഡിസോർഡറാണല്ലോ അത്. അങ്ങനെ മാനസികമായിട്ടുള്ള ഡിസോർഡർ ഉള്ളിൽ പേടുന്ന ആൾക്കാർ നമ്മളൊക്കെ കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ചിലപ്പം ഇരകളായിട്ടുണ്ടാവും. അവർ പ്രണയത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ തരത്തിലായിരിക്കാം. അതിനെ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ഒരു സാമാന്യ ബോധത്തിൻ്റെ പേരിൽ അത് സ്നേഹമാണെന്നോ പ്രണയമാണെന്നോ ഒന്നും നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല. ഈ മരിച്ചു പോകുന്നതിനേക്കാളും പെയിൻഫുള്ളാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. നമുക്കൊരു തീർപ്പ് ആവശ്യമുണ്ട്. എന്താ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊരു തീർപ്പ് ആവശ്യമുണ്ട്. മരിച്ചുപോയ കുട്ടിയുടെ കാര്യത്തിലും ഇങ്ങനെയുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ് പ്രസവിച്ചൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു മകനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രണയിച്ച കാലം മുഴുവനും ഞങ്ങൾ പരസ്പരം പറഞ്ഞു വെച്ചത് ആദ്യത്തെ കുട്ടിയുടെ പേരായിരുന്നു, അവൻ്റെ പേരായിരുന്നു. അങ്ങനെയൊക്കെ പേരൊക്കെ ഇട്ട ഒരു കുട്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം മരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക്, പാലക്കാട് നിന്നായിരുന്നു ഡെലിവറി, കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് പോകുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ എൻ്റെ കയ്യിലുണ്ട് അവൻ. അത് കഴിഞ്ഞ് വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ആ സമയത്താണെന്ന് തോന്നുന്നു അവൻ 2 കണ്ണുകളും മിഴിച്ച് എന്നെ ഒന്ന് നോക്കുന്നുണ്ട്. അതോടെ ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോലും എൻ്റെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും ശ്രീദേവിയുടെ മനസ്സിൽ അവനുണ്ടാവുക. ഇപ്പോൾ പോലും എൻ്റെ മനസ്സിൽ അവൻ്റെ അവസാനത്തെ ആ നോട്ടം ഉണ്ടല്ലോ, നിസ്സഹായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അവന് ജീവിച്ചിരിക്കണം അതിനുള്ള ആ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവൻ അതേ പ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരാൾ മരിച്ചു. അവർ വളരെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അയാളിപ്പോൾ ഇല്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നില്ലല്ലോ. അയാൾ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നത് അയാളുടെ സ്നേഹശൂന്യതയായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ അടയാളപ്പെടുത്താറുണ്ട്. എനിക്കത് തോന്നുന്നില്ല. മനസ്സിൻ്റെ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ധൈര്യം കൂടെ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് തോന്നാറുണ്ട്. മനുഷ്യന് സ്നേഹം എന്നത് കുടിനീര് പോലെ അല്ലെങ്കിൽ ശ്വാസവായു പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഒരു സ്രോതസ്സിൽ നിന്നും വെള്ളം നമുക്ക് കിട്ടാതെയായാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കിട്ടുന്ന അടുത്ത സ്രോതസ് അന്വേഷിച്ച് പോവും. അല്ലാതെ നഷ്ടപ്പെട്ട വരണ്ടുപോയ ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ദാഹിച്ചുകൊണ്ടേ ഇരിക്കുകയൊന്നും ചെയ്യില്ല. അത് വ്യക്തി ജീവിതത്തിലും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സ്നേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്. അത് വളരെ അടിസ്ഥാനപരമായിട്ടൊരു ഘടകമാണ്. ഭക്ഷണം പോലെ തന്നെ വെള്ളവും വായുവും ഒക്കെ പോലെ തന്നെ മനുഷ്യന് സ്നേഹം എന്നത് വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ ഇന്നലെ വല്ല ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ കൈവഴികളെ നീട്ടുകയും പുതിയ സ്നേഹത്തിൻ്റെ വഴികളെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യും. അത് ഒരു അതിജീവനത്തിൻ്റെ, ജീവി എന്നുള്ള നിലക്കുള്ള, ജന്തു എന്നുള്ള നിലക്കുള്ള മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ് അതെന്ന് എനിക്ക് തോന്നാറുള്ളത്. കുടുംബത്തിൽ നിന്ന് സ്നേഹം ഗോത്രത്തിലേക്ക് വളരുന്നു. ഗോത്രത്തിൽ നിന്ന് സ്നേഹം വീണ്ടും ദേശരാഷ്ട്രങ്ങളിലേക്ക് വളരുന്നു. ദേശരാഷ്ട്രങ്ങളിൽ നിന്ന് അത് രാജ്യത്തിലേക്ക് വളരുന്നു. അതൊരു പക്ഷേ മതത്തിലേക്ക് വളരുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സഹോദരന്മാരായിട്ടോ സഹോദരിമാരായിട്ടോ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഈ ലോകം, സ്നേഹത്തിൻ്റെ ഒരു പ്രപഞ്ചം ഉണ്ടല്ലോ, അത് വിശാലമാക്കുന്നതിനെക്കുറിച്ചാണ് യേശുവും സ്നേഹമാണ് ദൈവം എന്ന് യേശു പറഞ്ഞാൽ അതിൻ്റെ പച്ചയായിട്ടുള്ള അർത്ഥം എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്തൊരു ദൈവം ഇല്ല എന്ന്.